നീ എന്തായി നോക്കി നിൽക്കുന്നേ? അല്ല, ഒരു സ്ത്രീ വന്ന് പിള്ളച്ചേട്ടനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിള്ളച്ചേട്ടൻ വന്നിട്ട് പോയാ? ആ, ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. എനിക്കിനി അവധി തരാൻ പറ്റില്ല. ബാങ്കിൽ ലോൺ അടയ്ക്കാനുള്ള തീയതി കഴിഞ്ഞു. ഇന്ന് കുടിശ്ശിക മുഴുവൻ തീർത്തു തന്നേ പറ്റൂ. പിള്ളച്ചേട്ടാ, ഒരു 2 ദിവസം കൂടെ ക്ഷമിക്കേ. സച്ചിമാൻ ഇവിടെ ഇല്ലാത്തോണ്ടാ. അവൻ വന്ന് ഉടനെ തന്നെ തരാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ ബാങ്കുകാർ എന്നോട് ക്ഷമിക്കുവോ? അധികം കുടിശ്ശികയൊന്നും ഇല്ലല്ലോ ചേട്ടാ, 2 മാസത്തേയല്ലേ ഉള്ളൂ. സച്ചേട്ടൻ ഇന്ന് പണമായിട്ട് വരും. വന്നാൽ ഉടനെ തന്നെ ചേട്ടനെ വിളിച്ച് പൈസ തരാം. ദേ, നിങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി. 4-5 മാസമായി വാടക കുടിശ്ശികയുണ്ട്. അതില് 3 മാസത്തെ തന്നു തീർത്തില്ലേ? ഇനി 2 മാസം കൂടെയല്ലേ ഉള്ളൂ. എനിക്കങ്ങനെ നുള്ളിക്കീറി തന്നാ പറ്റത്തില്ല. കുറച്ചാണെങ്കിലും കിട്ടാനുള്ളത് കറക്റ്റ് ഡേറ്റിൽ കിട്ടണം. എന്നാലേ എന്റെ കാര്യം നടക്കൂ. സച്ചിക്ക് ഓട്ടം കുറവാ, അതുകൊണ്ടല്ലേ പിള്ളച്ചേട്ടാ. അവൻ വേറെ ആരോടൊക്കെ പൈസ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കിട്ടും, എനിക്ക് ഉറപ്പാ. കിട്ടും, ഉണ്ട കിട്ടും. അവനൊക്കെ ആരാ കടം കൊടുക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീടൊഴിയുന്നതാ നല്ലത്. ചേട്ടാ, 2 ദിവസത്തിനകം തരാന്ന് പറഞ്ഞല്ലോ. അത് പറ്റത്തില്ല എന്ന് ഞാനും പറഞ്ഞില്ലേ കൊച്ചേ. ദേ, ഇത് അവസാനത്തെ അവധിയാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്ക് എറിയും. പറഞ്ഞേക്കാം. ഇനി എന്നെ ഇങ്ങോട്ട് വരുത്തിയാൽ അത് നിങ്ങൾക്ക് തന്നെ ദോഷമാ. പറഞ്ഞേക്കാം. അമ്മേ, വിഷമിക്കാതെ. അയാളുടെ മുമ്പിൽ ഇങ്ങനെ നാണം കെടേണ്ടി വന്നല്ലോ മക്കള്. സാരമില്ലമ്മേ, സച്ചേട്ടൻ വരട്ടെ. അമ്മ വന്നേ, വാ. ആരാ? എന്താ, ഇവരുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ? ഇല്ല. എന്നോട് കള്ളം പറയണ്ട. ഇടപാട് കാണും. അതുകൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുന്നത്. അതെ, കാശ് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് മേടിച്ചോളണം. പൊട്ടി പാളീസായി നിൽക്കുന്ന കുടുംബമാ. എനിക്ക് വാടക തന്നെ തന്നിട്ട് 5-6 മാസമായി. എന്തായാലും ഇത് അവസാനത്തെ അവധിയാ. എല്ലാം കൂടി വാരിപ്പറക്കി പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല. നീ എന്തായി നോക്കി നിൽക്കുന്നേ? അല്ല, ഒരു സ്ത്രീ വന്ന് പിള്ളച്ചേട്ടനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിള്ളച്ചേട്ടൻ വന്നിട്ട് പോയാ? ആ, ദേ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. നീ വാ.
പോവാൻ ചേട്ടാ. ആ വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്കറിയും. പറഞ്ഞേക്കാം. മാം, പൈസ ഒരിടത്തുനിന്ന് മറിക്കാൻ പറ്റിയില്ല. ആ പിള്ളച്ചേട്ടൻ ഇങ്ങനെ കയറുന്ന പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല. അയാൾ പറഞ്ഞതൊക്കെ നമുക്ക് കേട്ടില്ലെന്ന് വെക്കാം. പണം കൊടുക്കാനുള്ളതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞത്. പക്ഷെ ഇനിയും പണം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാന്ന് വെച്ചാ അതിനും വേറെ പണം വേണ്ടേ? അമ്മ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ആദ്യം ആ വണ്ടി ഒന്ന് പണിത് കിട്ടട്ടെ. എന്തായാലും 2 ദിവസത്തെ അവധി തന്നിട്ടുണ്ടല്ലോ, അതിനകം എവിടുന്നേലും മറിച്ചു കൊടുക്കാം. വണ്ടി പണി കഴിഞ്ഞ് കിട്ടിയ രാത്രിയിലും കൂടി ഓടാന്ന് ഞാൻ വിചാരിക്കുന്നേ. അമ്മേ, എല്ലാം ശരിയാവും. ഞാനല്ലേ പറയുന്നേ, അമ്മ വിഷമിക്കാതെ. ഇത് അവസാനത്തെ അവധിയാ. 2 ദിവസം കൂടി ഞാൻ നോക്കും. വാടക കുടിശ്ശിക മുഴുവൻ തീർത്ത് കിട്ടിയില്ലെങ്കിൽ 3-ാം ദിവസം രാവിലെ ഞാനിങ്ങ് വരും. ചട്ടിയും കലവും എല്ലാം വാരി ഞാൻ പുറത്തേക്കറിയും. പറഞ്ഞേക്കാം. ഈശ്വര, എൻ്റെ അമ്മയും സഹോദരങ്ങളും ഇത്രയ്ക്ക് ദാരിദ്ര്യം നിറഞ്ഞൊരു ചുറ്റുപാടിലാണോ ഇക്കാലം അത്രയും ജീവിച്ചത്? എൻ്റെ അമ്മ ആ വീട്ടുടമസ്ഥനോട് എത്ര ദയനീയമായിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് എൻ്റെ അമ്മയെ കാണേണ്ടി വന്നല്ലോ ദൈവമേ. എന്തു പറ്റി മോളെ? ആ വീട്ടിലേക്ക് പോകാൻ പോയിട്ട് മോളെന്താ അകത്തേക്ക് കയറായിരുന്നേ? അത് എനിക്ക് വീട് മാറിപ്പോയി ചേട്ടാ. ഞാൻ ഉദ്ദേശിച്ച വീട് അതല്ല. ഓ അത് ശരി. മോൾക്ക് ഇവിടെ ഏത് വീട്ടിലാണ് പോകണ്ടേ?